ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്നാണെന്നറിയാലോ. തൃപ്പൂണിത്തുറയിൽ ഇന്ന് നടക്കുകയാണ്. രാവിലെ 9-ന് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും. മന്ത്രി എം പി രാജേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷി സൗഹൃദമായാണ് അത്തച്ചമയം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പ്രതിനിധികളായ രാഗിൻ, ശ്യാംപ്രസാദ് ഉത്തമൻ, സ്നേഹമോൾ, നൈനാനൊക്കെ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അതിലാദ്യം രാഗിനിലേക്ക്. രാഗിൻ, എന്തായി അവിടുത്തെ ആഘോഷം? തുടങ്ങാറായോ? ഒരുക്കങ്ങൾ ഇവിടെ വരെയായി? അത്തം നഗറാണ് ഇവിടെ ഓണാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഓടനുബന്ധിച്ചുള്ള അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 9:30 കൂടിയാണ് ഈ അത്തച്ചമയ ആഘോഷം ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി എം പി രാജേഷാണ് ഉദ്ഘാടനം ചെയ്ത കുറി. അതോടൊപ്പം തന്നെ അത്തം നഗറിൽ അത്ത പതാകയും ഉയർത്തും. അത്ത പതാക ഉയർത്തുന്നത് മന്ത്രി പി രാജീവാണ്. നടൻ ജയറാം ഈ അത്തച്ചമയ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. എന്തായാലും അതിന്റെ ഒരു ഓണ മൂഡിലേക്ക് അല്ലെങ്കിൽ ഓണാഘോഷത്തിന്റെ നിറവിലേക്ക് തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് തീർച്ചയായും പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്തിന്റെയും അതോടൊപ്പം തന്നെ ഒത്തൊരുമയുടെയും ഒക്കെ ആഘോഷമാണ് ഓണം. ആ ഓണത്തിന്റെ നാളുകളിലേക്ക് മലയാളി പോവുകയാണ്. ഈ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ് അതിന്റെ തുടക്കം. ഓണത്തിന്റെ വരവറിയിക്കുന്നതാണ് അത്തച്ചമയ ഘോഷയാത്ര. ഓണത്തിന്റെ തുടക്കം തൃപ്പൂണിത്തുറയിൽ നിന്നാണ് എന്നാണ് പറയാറ്. അതിന്റെ ഭാഗമായി നടക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ തൃപ്പൂണിത്തുറയിലേക്ക് എത്തും. തൃപ്പൂണിത്തുറയിൽ സംഗമിക്കും, തൃപ്പൂണിത്തുറയിൽ സമ്മേളിക്കും. ആ നാടൻ കലാരൂപങ്ങളുടെ മുന്നോട്ട് പോക്ക് അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് പേർ ഇവിടേക്ക് വരും. അങ്ങനെ ഒരു ആഘോഷ തിമിർപ്പിലേക്ക് നാടും നഗരവും ഒക്കെ ആ ഓണത്തിന്റെ തിമിർപ്പിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തം 10 പൊന്നോണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇനി ഓണാഘോഷത്തിന്റെ നാളുകളാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിന് നടക്കും. എന്തായാലും മുൻപിൽ ഗജവീരൻ ഉണ്ടാകും, പിന്നിൽ വാദ്യമേളങ്ങൾ, അതോടൊപ്പം തന്നെ നാടൻ കലാരൂപങ്ങൾ. ഏകദേശം 10-60ഓളം നാടൻ കലാരൂപങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളും ഈ അത്തം നഗറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ പരിപാടി പ്രധാനമായും നടക്കുന്നത്. ഇവിടെ അത്ത പതാകയും ഉയർത്തും. അതോടുകൂടി അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയായി. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റിപ്പോർട്ടർമാരായിട്ടുള്ള സ്നേഹയും അതോടൊപ്പം തന്നെ ശ്യാമും ഈ കലാരൂപങ്ങൾ ഒരുക്കുന്ന സ്ഥലത്തുണ്ട്. അവിടെ കലാരൂപങ്ങൾ ഒരുക്കുന്നത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞിനെയൊക്കെ കാണിക്കാൻ കൊണ്ടെന്നാണോ പരിപാടി? വരാറുണ്ടോ എല്ലാവരും? ഞങ്ങൾ തൊട്ടപ്പുറത്ത് കണ്ടോണക്കരയിൽ തന്നെയുള്ളതാണ്. 2 കാഴ്ചയോട് വെച്ച് കണ്ടോ? പുലിയെ കണ്ടോ? പുലി ഒരുങ്ങുന്ന കണ്ടോ? എങ്ങനെയുണ്ട്? ആ, പക്ഷെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ടെന്നോ? ഒരുപാട് വെറൈറ്റി ഇപ്പൊ തെയ്യൊന്നും അങ്ങനെ കാണാനില്ല. എന്താണെന്നറിയില്ല. അങ്ങനെ വരേണ്ട സമയമായിട്ടുണ്ട്. അത് പരിപാടി 9:30 കൂടിയാണല്ലോ. 9:30 കൂടിയാണ് സമയമാവുന്നല്ലേ ഉള്ളൂ. 10:30 ഒരു ഓണത്തിലേക്ക് നമ്മൾ പോവാണ്. ഓണാഘോഷത്തിന്റെ നിറവിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചു അല്ലേ? അവർക്ക് സന്തോഷം. ഇപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇറങ്ങാം ആഘോഷം കാണാൻ വേണ്ടി. എന്തായാലും ഇതേപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ കാഴ്ചകൾ കാണിക്കുക എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തന്നെ ഓണാഘോഷത്തിന്റെ നിറവിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്.